ഹായ്, ഞാൻ യോസിപ്പിതാവിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ പണ്ട് ഒരു വർഷം മുന്നേ ഒരു ജൂണിൽ യോസിപ്പിതാവിൻ്റെ നേർച്ച ചേർന്ന് നമ്മുടെ അടുത്തുള്ള യോസിപ്പിതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് എന്നും കുർബാന കൂടിക്കൊള്ളാമെന്ന് നേർച്ചയായിരുന്നു. അന്നേരം എനിക്ക് പറ്റിയില്ല. പിന്നെ അത് നടന്നില്ല, പോകാൻ പറ്റിയില്ല. നമ്മുടെ അടുത്ത് പള്ളി ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം നടക്കുവാണെങ്കിലെന്ന്. പക്ഷേ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാര്യം മറന്നുപോയി. ഞാനിവിടെ ജോലി സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ യോസിപ്പിതാവിൻ്റെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും. അത് കത്തീഡ്രലാണേ. അപ്പം ഞാൻ എനിക്ക് യോസിപ്പിതാവിന് ഇത്രയും സംരക്ഷണം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ യോസിപ്പിതാവിൻ്റെ പള്ളി കുറവാണ്. ഞാൻ ഇപ്പം ആലോചിക്കുമ്പം എനിക്ക് തോന്നുന്നു ആ യോസിപ്പിതാവിൻ്റെ സംരക്ഷണം കൊണ്ടാണ് എനിക്കിന്ന് ഇന്നും. ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം എന്നും ജോലിക്ക് പോയിട്ട് എന്നും രാവിലെ പള്ളിയിൽ പോകാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ അതിരാവിലെയും പള്ളിയിൽ പോകാം, വൈകുന്നേരം പള്ളിയിൽ പോകാം, കുർബാന കൂടാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ യോസിപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നടക്കുമെന്ന് എനിക്ക് ഇപ്പോഴാണ് ഒരു ബോധ്യമായത്. അപ്പം ഞാനത് പറയാനാണ് നിങ്ങളുടെ അടുത്തും പറയുകയാണ്. യോസിപ്പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് പ്രത്യേക ഒരു സംരക്ഷണം വരും. പിന്നെ യോസിപ്പിതാവിൻ്റെ ഒരു മേലങ്കി പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും കിട്ടും. നമ്മുടെ മനസ്സ് നല്ല ശുദ്ധമായിരിക്കും. പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. പക്ഷേ എനിക്ക് പഴയതിൽ ഒത്തിരി മാറ്റം വന്നു. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ യേശുപിതാവിൻ്റെ അടുത്ത് നമ്മളൊന്ന് ആ നേർച്ച പോലും ഞാൻ നേർന്ന നേർച്ച പോലും നിറവേറ്റിയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും യേശുപിതാവ് കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരോടും പറയണം, യേശുപിതാവിന് പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഒരു വർഷമല്ല 4 മാസം ആവാറായി. അപ്പം ഞാൻ അച്ചാച്ചൻ്റെ ഇത് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ യേശുപിതാവിനോട് പ്രാർത്ഥിക്കും. എൻ്റെ അച്ചാച്ചനായിട്ട് യേശുപിതാവാണ് ഇപ്പം നോക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു യേശുപിതാവിൻ്റെ കെയർ കിട്ടണമെന്നുള്ളവർ എപ്പോഴും യേശുപിതാവിൻ്റെ മധ്യസ്ഥം ചോദിക്കണം കേട്ടോ. യേശുപിതാവ് കൂടെ വരും.